അഞ്ചരക്കണ്ടി കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിതിന് അനിഷ്ടമായ എന്തോ കാര്യം നടന്നെന്ന വിലയിരുത്തൽ പോലീസ് നടത്തിക്കഴിഞ്ഞു. നിതിൻ രാജ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നത് കണ്ടതായി ദൃക്സാക്ഷികളുടെ മൊഴിയും ലഭിച്ചു. നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികളായ അധ്യാപകർ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിദ്യാർത്ഥികൾ വീണ്ടും രംഗത്ത് വന്നിരുന്നു. നിതിൻ രാജിന്റെ സഹപാഠികളുടെയും അധ്യാപകരുടെയും മാനേജ്മെന്റ് ഭാരവാഹികളുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തും. അധ്യാപകർക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് വീണ്ടും വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്നത്. നിതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴി ഇന്നലെ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. വകുപ്പ് മേധാവി ഉൾപ്പെടെയുള്ള 2 പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. ഇവരുടെ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫാണ്. എന്തായാലും ഇതിൻ്റെ അന്വേഷണ നടപടികളിൽ വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് പോലീസും ഒപ്പം പോലീസ് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. KV ബൈജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൈജു, ഈ CCTV ദൃശ്യങ്ങൾ നിർണായകമാണല്ലോ. പോലീസ് അതായത് നിതിൻ രാജിൻ്റെ ആത്മഹത്യക്ക് തൊട്ട് മുമ്പായി പ്രിൻസിപ്പലിൻ്റെ മുറിയിലെത്തുന്നു, അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ ഒരു നിഗമനത്തിലാണോ പോലീസ് എത്തിയിരിക്കുന്നത്? തീർച്ചയായും സൈത്തെ, വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്, ഏറ്റവും ഒടുവിൽ കരഞ്ഞുകൊണ്ട് നിതിൻ ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി അതിനുശേഷമാണ് ആത്മഹത്യ ചെയ്തത്. അത് സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. അതിലും കൂടുതൽ കുറച്ച് വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു എന്നതാണ്. അതായത് നിതിൻ ജീവനൊടുക്കിയ 10-ാം തീയതി വെള്ളിയാഴ്ച ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ, അത് ലത എന്ന് പറയുന്ന അധ്യാപിക, അതോടൊപ്പം ഈ പ്രിൻസിപ്പൽ, അതോടൊപ്പം മറ്റൊരു അധ്യാപിക, ഇങ്ങനെ ഇത്രയും ആളുകൾ നിതിനെ അവിടെ വിളിച്ചു വരുത്തി 35 മിനിറ്റ് സമയം ഇവരുടെ സംഭാഷണം. അതിൽ വലിയ തോതിലുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നു. അത് പ്രധാനമായും ഈ മൊബൈൽ ആപ്പ്, ഇത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സംഭാഷണം ഉണ്ടായത്. ആ ഒരു സംഭവം നടന്നതിന് ശേഷം നിതിൻ രാജിന്റെ മൊബൈൽ ഇവർ പിടിച്ചു വെക്കുന്നു. അതായത് പ്രിൻസിപ്പൽ പിടിച്ചു വെക്കുന്നു. പിടിച്ചു വെച്ചതിന് ശേഷം നിതിൻ രാജ് അവിടെ നിന്നും കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഓടുന്നത്. അതിനുശേഷം 10 മിനിറ്റിനകം നിതിൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ സംഭാഷണങ്ങളെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അവിടെ നടന്നു കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ലോൺ ആപ്പ് അധികൃതരുമായി, ഈ കമ്പനി അധികൃതരുമായും അവിടെ നിന്നും ഫോൺ വിളിച്ച ഒരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അവിടെ നേരിട്ട് ആ സമയത്ത് തന്നെ CCTV ദൃശ്യങ്ങളിലുണ്ട്. ആ കമ്പനികളുമായി അവിടെ നിന്നും സംഭാഷണങ്ങൾ അവർ നടത്തുന്നുണ്ട്. അപ്പോഴും ഇവർ മൊബൈൽ ആപ്പിന്റെ ഭാഗത്ത് വലിയ ഭീഷണിയുണ്ട്. ഏതായാലും ഇതൊക്കെ പറയുമ്പോഴും ഈ ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമല്ല നിതിൻ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് പോലീസ് എടുത്തു പറയുന്നുണ്ട്. ഇതിനൊപ്പം റാം എന്ന് പറയുന്ന അധ്യാപകൻ, ആ അധ്യാപകന്റെ ഭാഗത്തും ഉണ്ടായ പലതരം ഇത്തരത്തിലുള്ള ദുരനുഭവം, അതും നിതിനെ വല്ലാതെ തളർത്തിയിരുന്നു. അതോടൊപ്പം ഈ ലത എന്ന് പറയുന്ന ടീച്ചറുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് പറയുന്നത്, ലത എന്ന് പറയുന്ന അധ്യാപികയുടെ പേരിലല്ല നിതിൻ ലോൺ എടുത്തിട്ടുള്ളത്. അങ്ങനെ ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു പല മാധ്യമങ്ങളും. പക്ഷെ അങ്ങനെയല്ല എടുത്തിട്ടുള്ളത് പോലീസ് കൃത്യമായി പറയുന്നുണ്ട്. അതായത് റെഫറൻസ് ആയി കൊടുത്തിട്ടുണ്ടായിരുന്നത് ലത എന്ന് പറയുന്ന അധ്യാപികയുടെ നമ്പറാണ്. അതായത് അവരുടെ അറിവോട് കൂടി തന്നെയാണ് ആ നമ്പർ കൊടുത്തതെന്ന് സാരം. അങ്ങനെ 14,000 രൂപയാണ് ഈ ഒരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത്. അതിപ്പോൾ 18,000 രൂപയായി തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതിൽ 4,000-ഓളം രൂപ നിതിൻ രാജ് അടച്ചിട്ടുമുണ്ട്. അത് എല്ലാം കുടുംബം നേരത്തെ പറയുന്നത് കൃത്യമാണ്. പോലീസ് ആ വിവരങ്ങളെല്ലാം ശാസ്ത്രീയമായ തെളിവുകൾ തന്നെ ശേഖരിച്ചു എന്നതാണ്. ഏതായാലും ഈ 9-ാം തീയതി, അതായത് 10-ാം തീയതിയാണ് നിതിൻ മരിക്കുന്നതും നിതിൻ ഈ ഒരു സംഭാഷണമൊക്കെ ഉള്ളത്. പക്ഷെ 9-ാം തീയതി നിതിന്റെ മൊബൈൽ ഫോണിലേക്ക് 98 മെസ്സേജുകൾ, അതോടൊപ്പം കോളുകൾ, ഇങ്ങനെ ഈ മൊബൈൽ കമ്പനിയുടേതായ വന്നിട്ടുണ്ട്. അതും പോലീസ് രേഖകളെല്ലാം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ലത എന്ന് പറയുന്ന അധ്യാപികയുടെ മൊബൈലിലേക്ക് 26 മെസ്സേജുകളും അതുപോലെ തന്നെ കോളുകൾ, ഭീഷണി കോളുകളും ഈ മൊബൈൽ ആപ്പിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇതിനെല്ലാം അപ്പുറം പോലീസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, 2-3 ദിവസത്തിനകം ഇതിൽ മറ്റൊരു വലിയ ബ്രേക്കിംഗ് വാർത്ത ഉണ്ടാകുമെന്നാണ്. പക്ഷെ നമുക്ക് അത് എന്താണെന്ന് അറിയില്ല. ഏതായാലും അന്വേഷണ ഘട്ടത്തിൽ അത് അത്തരം കാര്യങ്ങൾ പങ്കുവെക്കുന്നതും ശരിയല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരാനുണ്ടെന്ന് പോലീസ് അപ്പോഴും പറയുന്നുണ്ട്. അത് എന്താണെന്നാണ് ഏറ്റവും പ്രധാനം. ഏതായാലും കൃത്യമായി പോലീസ് നമ്മോട് പറയുന്നുണ്ട്, ഇത് മൊബൈൽ ഈ ലോൺ ആപ്പ് മാത്രമായി ബന്ധപ്പെട്ട, അത് ഇൻസ്റ്റാ പേ എന്ന് പറയുന്ന ഈ ലോൺ ആപ്പിൽ നിന്ന്, മൊബൈൽ ആപ്പിൽ നിന്നാണ് ഈ നിതിൻ രാജ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫെബ്രുവരി ആദ്യ വാരമാണ് ഇങ്ങനെ ലോൺ എടുത്തിട്ടുണ്ടായത്. അതൊക്കെ എല്ലാം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ രേഖകളെല്ലാം പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഈ ഇൻസ്റ്റാ പേ എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട ആ വിവരങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോഴും ഇതെന്താണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് എന്നതാണ് നമ്മൾക്ക് ഇനി കണ്ടറിയേണ്ടത്. അതേതായാലും ഈ വിഷു
കഴിഞ്ഞാൽ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കൂ. ഏതായാലും അന്വേഷണം വളരെ ഊർജിതമായി തന്നെ നടക്കുന്നത്, ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്, മൊഴിയെടുക്കൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ രണ്ടുപേരെ ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുള്ള റാം അതുപോലെ തന്നെ സംഗീത, ഇവരെ രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കാനുള്ള അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇത്തരം ശാസ്ത്രീയ തെളിവുകൾ, ഏതായാലും ഈ കരഞ്ഞുകൊണ്ടാണ് നിതിൻ പുറത്തേക്ക് പോയത്. മൊബൈൽ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നടന്ന സംഭാഷണങ്ങൾ മുഴുവൻ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മൊബൈൽ ഇൻസ്റ്റാ പേ എന്ന് പറയുന്ന ഈ മൊബൈൽ ആപ്പ് കമ്പനിയുമായി സംസാരിച്ച കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും പോലീസ് പറയുന്നത് ഈ ലത എന്ന് പറയുന്ന അധ്യാപികയുമായി ഈ ഒരു നിതിൻ രാജിനി ശിഷ്യൻ എന്ന നിലയിൽ വലിയ അടുപ്പമുണ്ടായിരുന്നു. അവർക്ക് ഇത്തരം കാര്യങ്ങൾ നിതിൻ രാജിന്റെ ഓരോ വിഷമഘട്ടത്തിലും കൂടെ എന്നൊരു അധ്യാപികയാണ്. ആ അധ്യാപികക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലായിരുന്നു ഈ മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട് ഈ പണം എടുത്ത ഇടപാട്. അതുകൊണ്ട് തന്നെ നിതിന് അത് വലിയ തോതിലുള്ള മാനസിക സംഘർഷത്തിനിടയാക്കി. അതോടൊപ്പം റാം എന്ന് പറയുന്ന ഈ ഒരു വകുപ്പ് മേധാവിയുടെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള അവഹേളനം, അത് മറ്റു കുട്ടികളെല്ലാം ആ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇതിൽ വരുന്നുണ്ട്. അത് വൈകാതെ തന്നെ പോലീസ് പുറത്തുവിടുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം ഈ ദൃശ്യം ഒരുപക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണിക്കാൻ സാധിക്കും വൈകാതെ തന്നെ. അതായത് 35 മിനിറ്റ് സമയം ഇതിൽ മൊബൈൽ നിതിൻ അവിടെ ആദ്യം വരുന്നു. ടീച്ചർ പരാതി കൊടുത്തതിന് ശേഷം നിതിൻ അവിടെ ആദ്യം വരുന്നു. അതിനുശേഷം നിതിൻ മൊബൈൽ കയ്യിലുണ്ടായിരുന്നില്ല. തിരിച്ച് നിതിൻ CCTV ദൃശ്യങ്ങൾ തന്നെ പുറത്തേക്ക് പോകുന്നതും ഉണ്ട്. അതോടൊപ്പം പിന്നീട് വീണ്ടും മൊബൈൽ ഫോൺ എടുത്ത് നിതിൻ അതിനകത്തേക്ക് വരുന്നു. അങ്ങനെ മൊബൈൽ ഫോൺ പ്രിൻസിപ്പൽ പരിശോധിക്കുന്നു. അതോടൊപ്പം മൊബൈൽ ആപ്പ് കമ്പനി ഫോൺ ബന്ധപ്പെടുന്നു. അവർ ആ സംസാരം നടക്കുന്നു. അതിനുശേഷം മൊബൈൽ പിടിച്ചു വെക്കുന്നു. പിന്നീട് നിതിൻ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോകുന്നു. 10 മിനിറ്റകം നിതിൻ ആത്മഹത്യ ചെയ്യുന്നു. ഇത് കൃത്യമാണ്. പോലീസിന് ഈ വിവരങ്ങളെല്ലാം കൃത്യമായി CCTV ദൃശ്യങ്ങളായി തന്നെ തെളിവുകളായി തന്നെ കിട്ടുന്നുണ്ട്. ഇതിനിടയിൽ എന്താണ് ഈ ഒരു മറ്റൊരു സംഭവം എന്നതും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അക്കാര്യങ്ങളിലും വൈകാതെ തന്നെ അത്തരം വിവരങ്ങളും പുറത്തു വന്നേക്കാം. ഏതായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു കാരണം മാത്രമല്ല, ഇത് ഒരു കാരണം, ഇതിൽ ജീവനൊടുക്കാനിടയായതിൽ ഒരു കാരണം മാത്രമാണ് ഈ മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ മറ്റു ചില കാര്യങ്ങളൊക്കെ ഇതിൽ പുറത്തു വരാനുണ്ട്. അത് ഉടനെ പോലീസ് അന്വേഷണത്തിൽ നിൽക്കുന്ന കാര്യമായിട്ട് തന്നെ നമുക്കത് പങ്കുവെക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അത്തരം പോലീസിന്റെ നീക്കങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകും. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുകയും അതിനുശേഷമായിരിക്കും ഈ കസ്റ്റഡിയിലെടുക്കലും ചോദ്യം ചെയ്യലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക. ഏതായാലും വലിയ പ്രതിഷേധം ഇപ്പോഴും ഈ ഒരു സംഭവത്തിന് പിന്നാലെ കണ്ണൂരിൽ ഉയരുന്നുണ്ട്. ഈ കോളേജിനെതിരെ ഉയരുന്നുണ്ട്, ഈ ഡോക്ടർക്കെതിരെ ഉയരുന്നുണ്ട്, ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അത്തരം പ്രതിഷേധ പരിപാടികൾ ഒരുപാട് നടക്കുമ്പോൾ പോലീസ് അന്വേഷണം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. 7 അംഗ സംഘത്തെ രൂപീകരിച്ച് വലിയ തോതിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. രക്ഷിതാക്കളുടെ അമ്മയുടെ ഒഴികെ മറ്റുള്ളവരുടെ മൊഴികൾ രേഖപ്പെടുത്തി, സഹപാഠികളുടെ മൊഴികൾ രേഖപ്പെടുത്തി, അധ്യാപകരുടെ മൊഴികൾ രേഖപ്പെടുത്തി, രേഖകളെല്ലാം പോലീസ് ഇത്തരത്തിലുള്ള ഈ വിശദാംശങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. ഏതായാലും പോലീസിന് എല്ലാ വിവരങ്ങളും ഇതിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എന്നാണ് അന്വേഷണ സംഘം ഉദ്യോഗസ്ഥർ പറയുന്നത്. അവരുമായി സംസാരിച്ചപ്പോൾ അവർ അങ്ങനെയാണ് നമ്മോട് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും 98 ഭീഷണി സന്ദേശങ്ങളും കോളുകളും നിതിൻ രാജിനി 9-ാം തീയതി, അതായത് വ്യാഴാഴ്ച, ആ ജീവൻ എടുക്കുന്നതിന് 10-ാം തീയതിയാണ് 9-ാം തീയതി മൊബൈലിലേക്ക് വന്നിട്ടുള്ളത്. അതോടൊപ്പം ഈ ലത എന്ന് പറഞ്ഞ ടീച്ചർക്ക് റെഫറൻസ് ആയി, അതായത് ഇവർക്ക് ലോൺ എടുക്കാൻ സഹായത്തിനായി നിന്ന ടീച്ചർക്കും ഇത്തരത്തിൽ വലിയ തോതിൽ ബുദ്ധിമുട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. വെറും 14,000 രൂപയാണ് ലോൺ എടുത്തത്. കുടുംബം നേരത്തെ പറഞ്ഞതാണ്, കുടുംബത്തിന്റെ അറിവോടുകൂടിയാണ് അത്തരം ഒരു വായ്പ എടുത്തത്. അമ്മയുടെ ആവശ്യത്തിന്, അമ്മയുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ലോൺ എടുക്കുന്നത്. പല കമ്പനികളിലും ലോൺ എടുക്കാൻ നിതിൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇതിന്റെ പരിശോധനയിൽ സൈബർ സെല്ലിന്റെ പരിശോധന അങ്ങനെ കണ്ടെത്തി. അവസാനം ഇൻസ്റ്റാ പേ എന്ന് പറയുന്ന ആപ്പിൽ നിന്നാണ് നിതിൻ രാജ് ഇത്തരത്തിൽ പണമെടുക്കുന്നത്. അതിൽ 5,000-നകത്ത് രൂപ തിരിച്ചടച്ചിട്ടുമുണ്ട്. ഫെബ്രുവരിയിലാണ്, ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം തന്നെ ഫെബ്രുവരി ആദ്യവാരമാണ് ഈ ലോൺ എടുത്തത്. ഏതായാലും ഈ കമ്പനിയുടെ ഭാഗത്തുനിന്നും വലിയ തോതിൽ ഒരു ദയവുമില്ലാത്ത രീതിയിൽ പെരുമാറ്റം ഉണ്ടായി. അതോടൊപ്പം ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഒരു ദയയില്ലാത്ത പെരുമാറ്റം ഉണ്ടായി. അങ്ങനെ വലിയ തോതിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടീച്ചർ, ആ ടീച്ചർക്കും വലിയ ബുദ്ധിമുട്ട് തന്നെ കൊണ്ടുണ്ടായി. മൊബൈലൊക്കെ പിടിച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായി. അവസാനം ഇതെല്ലാം മാനസിക സംഘർഷത്തോടുവിൽ ജീവനൊടുക്കിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഇനി പുറത്തു വരാനുണ്ട്. അന്വേഷണ ഘട്ടമായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഇപ്പോൾ പങ്കുവെക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. പക്ഷെ അപ്പോഴും അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം ഇതിൽ പുറത്തു വരുമെന്ന്. അത് ഏതായാലും ഇനി അന്വേഷണത്തിന്റെ ആ ഒരു അവസാന ഘട്ടം വരെ ആ വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കേണ്ടി വരും. ബൈജു, ഒരു കാര്യം കൂടി, നമ്മൾ ഈ കോളേജ് മാനേജ്മെന്റിനെതിരെ ഇതുവരെ ഉയർന്ന ആരോപണങ്ങൾ ഒരുപക്ഷെ ഒന്നുകൂടി സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളും ഇനി പുറത്തു വരാനുള്ള ആ മൂവ്മെന്റും. ബൈജു സൂചിപ്പിച്ച കാര്യങ്ങൾ നമുക്കറിയേണ്ട ഒരു കാര്യം, ഈ കോളേജ് മാനേജ്മെന്റിന്റെ സ്വഭാവം ഏതാണ്? പലപ്പോഴും ഇതൊരു സ്വകാര്യ കോളേജ് എന്ന് പറയുമ്പോഴും കോളേജ് മാനേജ്മെന്റ് ആരാണ്? അവരെന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇതുവരെ ഒരു വിശദീകരണവുമായി കടത്തി വരാത്തതിന് കാരണം?
സഹിത വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. ഈ കോളേജുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും, എന്തിന് ഈ പ്രിൻസിപ്പൽ പോലും, ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്ന പോലീസ് കണ്ടെത്തിയ ഈ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയ അവിടെയുള്ള പ്രിൻസിപ്പൽ പോലും ഇതിൽ ഒരക്ഷരം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ കോളേജിന് മുൻപിലുണ്ടായിരുന്നു. പലതവണ ശ്രമിച്ചു. ഫോണിൽ വിളിച്ചാൽ അദ്ദേഹം അതേ ഫോൺ എടുക്കുന്നില്ല. നേരിട്ട് കാണാൻ ഇത്തരം കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം തയ്യാറായില്ല. ഈ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ പ്രിൻസിപ്പൽ ഇതുവരെ ഇതിലൊരു പ്രതികരണമായി എത്തുന്നില്ല. അതിലും വലിയ ഗുരുതരമായ കാര്യം സൈറ്റ് സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ കോളേജിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ആരും തന്നെ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പലപ്പോഴും നമ്മൾ ഇന്നലെ കണ്ടത്, നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ ദൃശ്യം ചിത്രീകരിക്കുമ്പോഴും ഈ കുട്ടികളുടെ ബൈക്ക് എടുക്കുമ്പോഴും ഒക്കെ ഈ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് അധികൃതരുമായി ബന്ധപ്പെട്ട ആളുകൾ നിരീക്ഷിക്കാൻ ആ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വ്യക്തമായിരുന്നു. അവർ കൃത്യമായി ഓരോ ബൈക്ക് എടുക്കുമ്പോഴും അതിനടുത്ത് വരുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ പോകുന്നത് വരെ നമ്മളെ പിന്നാലെ തന്നെ അവരുണ്ടായിരുന്നു. ഒരു ദുരൂഹത ഇപ്പോഴും കോളേജുമായി ബന്ധപ്പെട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവർക്ക് കാര്യങ്ങൾ കൃത്യമായി വന്ന് വിശദീകരിക്കാം. ആരാണ് ഇപ്പോൾ ഈ കോളേജിന്റെ കൃത്യമായ നടത്തിപ്പുകാരെന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതിൽ പല ആളുകളും വിദേശത്താണുള്ളത്. ഈ കോളേജുമായി ബന്ധപ്പെട്ട ഉടമയുടെ അനന്തരാവകാശികളാണ് ഇപ്പോൾ ഇത് നടത്തുന്നത്. നേരത്തെ ഒരുപാട് നമുക്കറിയാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്, ഇതിന്റെ അംഗീകാരം മൂലം നഷ്ടപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡെന്റൽ കോളേജ് മാത്രമാണ് കാര്യമായി പ്രവർത്തിക്കുന്നത്, മറ്റെല്ലാം അടച്ചുപൂട്ടിന്റെ സ്ഥിതിയാണുള്ളത്. ഏതായാലും ഈ കോളേജുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വളരെ പ്രധാനമായി പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ്, അത് എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ പോലീസ് അന്വേഷണം ഈ അധികൃതരുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതുവരെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ കോളേജിന്റെ ഔദ്യോഗികമായ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നോ ഒരു പ്രതികരണവും ഇതിൽ ലഭിച്ചിട്ടില്ല. നമ്മൾ പലതവണ ശ്രമിച്ചതാണ്, ഇപ്പോഴും നമ്മൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഇതിലൊരു വിശദീകരണം അല്ലെങ്കിൽ ഇതിലൊരു മറുപടി നൽകാനോ ഈ നിതിൻ രാജിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കാനോ അങ്ങനെ ഒരു കാര്യത്തിനും ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല, മാനേജ്മെന്റിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടില്ല. വലിയ ദുരൂഹതയെ സംബന്ധിച്ച് ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് യാഥാർത്ഥ്യം. സൈത്ത്, യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം ബൈജു സൂചിപ്പിച്ചത്. എന്തായാലും കോളേജ് മാനേജ്മെന്റിനെതിരായ ആരോപണങ്ങൾ ഒന്നുകൂടി ശക്തിപ്പെടുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ. എന്തുകൊണ്ട് മാനേജ്മെന്റ് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാവുകയാണ്. ഈ വിഷയത്തിൽ, ഈ വിവാദത്തിൽ അവരെ വലിയ പ്രതിക്കൂട്ടിൽ നിർത്തിയ വിഷയത്തിൽ എന്ത് പ്രതികരണമാണ് കോളേജ് മാനേജ്മെന്റ് നടത്താനുള്ളത്, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, അതുകൂടിയാണ് വ്യക്തമാവേണ്ട കാര്യം. എന്തായാലും പോലീസ് കേസെടുത്തോടെ 2 അധ്യാപകരും ഒളിവിൽ പോയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ചില പ്രധാനപ്പെട്ട ദൃശ്യങ്ങളും തെളിവുകൾ കൂടി വരാനുണ്ട്. വരുന്ന മണിക്കൂറുകൾ ന്യൂസ് 8 തന്നെ ഇത് പുറത്തുവിടുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.